ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൺലിമിറ്റഡ് കെയോസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സോ ആദ്യം നമ്മൾ പ്രോൺസ് വൃത്തിയാക്കി വെച്ചു. എന്നിട്ടൊരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ അതിലോട്ട് കിസ്മിസ് ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. ശേഷം കാഷ്നട്ടും ഇട്ട് മൊരിയിച്ചെടുക്കണം. കാഷ്നട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാവുന്നതാണ്. സോ നമ്മൾ ആദ്യം ഇത് രണ്ടും മൊരിയിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇത് രണ്ടും നമുക്ക് ആവശ്യാനുസൃതം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി നോക്കിയാൽ നല്ല കുനുകുനാ അരിഞ്ഞ സവാളയാണ് നമ്മളിനി എണ്ണയിലേക്ക്, അതേ എണ്ണയിലോട്ട് തന്നെയാണ് ഇടുന്നത്. സവാള ഇട്ടിട്ട് നമ്മൾ വേഗം മൊരിയാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഓവറായിട്ട് ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. സവാള എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കോരാം. കാര്യം ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊന്ന് ഇരുന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും വീണ്ടും നല്ല രീതിക്ക് അങ്ങ് കരിഞ്ഞ് കയ്പ്പ് ചുവ വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേ നമുക്കതങ്ങ് എടുത്ത് വെക്കാം. ഇനി നമ്മളൊരു ചട്ടി എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് സ്പൈസസ് എടുത്ത് വെക്കാം. നമ്മളിതേ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേസിൽ ലീവ്സൊക്കെയാണ് എടുത്തത്. അത് നേരെ ഈ നെയ്യിലിട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 2 പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് വേവിച്ച് വെക്കാനുള്ള പരിപാടിയും കൂടി ചെയ്യണം. അതിനായിട്ട് ആദ്യം കലത്തിലോട്ട് 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പു അങ്ങനെ ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാനും മറക്കരുത് ഗൈസ്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക. അതിപ്പോൾ നല്ല രീതിയിൽ ഇരുന്ന് സെറ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് സവാള. അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് ഫ്ലേവറിനായിട്ട് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാല സെറ്റായി. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അരിയിട്ട് വേവിച്ചെടുക്കാനും മറക്കരുത്. ഇനി ഇതേ നമ്മുടെ സെറ്റായിട്ടിരിക്കുന്ന മസാലയിലോട്ട് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പ്രോൺസിനെ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ കൊഞ്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. സോ അതിനായിട്ട് നമ്മളിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി എടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ പുറത്തോട്ട് വേവിച്ച ചോറ് ഇട്ട് കൊടുക്കും. ആ ഒരു ലെയർ സെറ്റാക്കിയിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന കാഷ്നട്ടും കിസ്മിസും പിന്നെ സവാളയും കൂടി നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വിതറി കൊടുക്കും. കൂടെ കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി വിതറിയിട്ട് വീണ്ടും നമ്മൾ നെയ്യ് ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ ഓഫ് ഗ്രേവി ഇടുക. അതിൻ്റെ പുറത്തൊരു ലെയർ ഓഫ് ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുക. ആൻഡ് അഗെയിൻ കിസ്മിസ്, മുന്തിരി, സവാള, മല്ലിയില, നെയ്യ്. വീണ്ടും ബാക്കിയുള്ള ഗ്രേവിയും കൂടി നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കും. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും നമ്മൾ കിസ്മിസും കാഷ്നട്ടും മൂപ്പിച്ച സവാളയും മല്ലിയിലയും നെയ്യും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ദമ്മിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ചോറും ഗ്രേവിയൊക്കെ അത്യാവശ്യം വെന്തിരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു 10-15 മിനിറ്റിൽ അതങ്ങ് ഓപ്പൺ ആക്കിയായിരുന്നു. നോക്കിയപ്പോൾ നല്ല കിടിലം പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ടായിരുന്നു. കൂടെ നമ്മൾ കുറച്ച് സലാഡും കൂടി സെറ്റ് ചെയ്തിട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.